നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധം. കേന്ദ്ര സർക്കാരിനെതിരെ KSKTU, BKMU സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ പ്രവർത്തന ലാഭത്തിൽ KSRTC ഏറെ മുന്നിലാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയുടെ എല്ലാ ഓഫീസുകളും ഓഫീസുകളാക്കുമെന്നും മന്ത്രി. പത്തനാപുരം ഡിപ്പോയിൽ നിന്നും പുതിയ സർവീസുകൾ ആരംഭിച്ചു. KIP പട്ടയഭൂമി പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് നടപടികൾ വേഗത്തിലാക്കും. KIP കനാൽ പുറമ്പോക്ക് നിവാസികളുടെ കൈവശ ഭൂമിയുടെ പട്ടയ പരിശോധനയും മന്ത്രി നടത്തി. മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെ വാർഷികാഘോഷങ്ങൾ കൊല്ലത്ത് സംഘടിപ്പിച്ചു. റാഫി സ്റ്റാർ 2026 വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന BJP സർക്കാരിനെതിരെ KSKTU, BKMU സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന BJP സർക്കാരിനെതിരെ KSKTU, BKMU എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന പ്രവർത്തനങ്ങളും പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്ന തുകയിൽ കുറവ് വരുത്തി കേരള സർക്കാരിനെ ദ്രോഹിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ശക്തമായ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നു BJP. ആ BJP 2014 മുതൽ ഘട്ടം ഘട്ടമായി ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായി ഏതാണ്ട് 2020 മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ 2026 ഈ 5 വർഷം അവർ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര ബജറ്റിൽ മാറ്റിവെക്കുന്ന തുക കുറച്ച് അവർ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KSKTU, BKMU യൂണിയൻ നേതാക്കളായ സുരേഷ് ബാബു, മുസ്തഫ, TD സത്യൻ, പുഷ്പരാജൻ, ക്ലാപ്പന സുരേഷ്, ജോസ്, ഹരി, ജോബോയ് പെരേര, രാജീവൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കുണ്ടറയിൽ നടത്തി. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം കുണ്ടറയിൽ നടത്തി. PC വിഷ്ണുനാഥ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ ചിട്ടയായും അടുത്തോടും പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച സംഘടനയാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങൾ. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ നിയോജകമണ്ഡല സമ്മേളനങ്ങളിൽ ജില്ലയിൽ തന്നെ ഒരുപാട് സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഇത്തവണ പഞ്ചായത്ത് ഇലക്ഷനും അതിനുശേഷമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളും ഒക്കെയായി നമ്മളെല്ലാവരും മറ്റ് സംഘടനാപരമായ കാര്യങ്ങളിൽ തിരക്കായതുകൊണ്ടാണ് ഇത്തവണ നിയോജകമണ്ഡല സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത്. DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു. നിലനിർത്തി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദീർഘമായ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമുക്ക് IDA നൽകാത്തത്, മെഡിസപ്പിന്റെ പ്രശ്നങ്ങൾ, ഒട്ടനവധി പ്രശ്നങ്ങൾ. നമ്മൾ നിരന്തരമായി സമരങ്ങളും സമര പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഈ സർക്കാർ അനങ്ങില്ല എന്ന് നമുക്കറിയാം. KC രാജൻ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, P ജെർമിയാസ്, സൂരജ് രവി, വാര്യത്ത് മോഹൻകുമാർ, KC വരദരാജൻ പിള്ള, പെരുമ്പുഴ ഗോപിനാഥൻ പിള്ള, R മധു തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുണ്ടറയിൽ ശക്തി പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെ വാർഷികാഘോഷങ്ങൾ കൊല്ലത്ത് സംഘടിപ്പിച്ചു. റാഫി സ്റ്റാർ 2026 വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെ 7ാമത് വാർഷികാഘോഷങ്ങളാണ് കൊല്ലത്ത് നടന്നത്. പ്രമുഖ വ്യവസായി പ്രതാപ് R നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോരുത്തരുടെയും ഉള്ളിലെ പാടാനുള്ള വാസനയെ ചിറകുകൊടുക്കുന്ന ഒരു സംഘടനയാണ് മുഹമ്മദ് റാഫി ഫൗണ്ടേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു. പാടാനുള്ള സംഗീതത്തിന്റെ വാസനയ്ക്ക് ഒരു ചിറക് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനായി
പ്രവർത്തിക്കുന്ന മുഹമ്മദ് റാഫി ഫൗണ്ടേഷൻ എനിക്ക് വളരെ വളരെ ആരാധനയുണ്ട്. ഞാൻ ഈ ഫൗണ്ടേഷന് എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ വിജയങ്ങളും നേരുന്നു. നമ്മുടെ ഉണ്ണികൃഷ്ണനായിട്ട് എനിക്ക് ഒരുപാട് കൊല്ലത്തെ പരിചയമുണ്ട്. ഞാൻ പാസ്പോർട്ടിന് വേണ്ടി പാസ്പോർട്ട് ഓഫീസിൽ പോയപ്പം എന്നെ പെട്ടെന്ന് പാസ്പോർട്ട് തന്നു വിട്ട അദ്ദേഹമാണ്. അപ്പോഴാണ് ഞാൻ ആദ്യം ഉണ്ണികൃഷ്ണനെ കാണുന്നത്. പിന്നെയാണ് അദ്ദേഹം ഒരു പാടുന്ന ഗാന ഗന്ധർവനാണെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെ കാര്യങ്ങൾക്ക് എന്നെ ഒന്ന് കാണുമായിരുന്നു. സോപാനം ഓഡിറ്റോറിയത്തിലായിരുന്നു കുറെ നാൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം റെഡ് ക്രോസ് സൊസൈറ്റിയിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ നിങ്ങളെല്ലാം പാട്ട് കേൾക്കാനാണ് വിളിക്കുന്നത്. റാഫി സ്റ്റാർ 2026 വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഡോക്ടർ സുമിത്രൻ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ, MS ശ്യാംകുമാർ, ഡോക്ടർ ഷിബു, ഡോക്ടർ റേച്ചൽ ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. റാഫി സ്റ്റാർ 2026 ടോപ്പ് 10 ഗായകർ അവതരിപ്പിച്ച ശ്രദ്ധാഞ്ജലി സംഗീതവും അരങ്ങേറി. റാഫി സ്റ്റാർ 2026 വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാർക്ക് കൊടുത്ത വാഗ്ദാനം പാലിച്ച് വ്യത്യസ്തയായി. പുനലൂർ ഹൈസ്കൂൾ വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഷാലിമ ടീച്ചറാണ് നാട്ടുകാർക്ക് കൊടുത്ത വാഗ്ദാനം പാലിച്ചത്. ഒരാഗ്രഹമായിരുന്നു ഇവിടെ ഒരു വഴിവിളക്ക്. ഇത് തന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട് എല്ലാ ആളുകളോടും. ഞങ്ങൾക്ക് പുനലൂർ ഹൈസ്കൂൾ വാർഡിലെ ആറ്റുമല നിവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമായ വഴിവിളക്ക് എന്ന സ്വപ്നം നിറവേറ്റുമെന്ന വാക്കാണ് പരാജയപ്പെട്ടിട്ടും ഷാലിമ ടീച്ചർ സാക്ഷാത്കരിച്ചത്. അർബുദ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും സാന്ത്വനമായ TH സെന്ററിലാണ് സൗരോർജ്ജ വഴിവിളക്ക് സംഭാവനയായി ഇവർ നൽകിയത്. അത്രയും പേരോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവരോട് മാത്രമല്ല, ഈ പ്രദേശത്തെ എല്ലാവരോടും, എന്നോട് സഹകരിച്ച എല്ലാവരോടും ഞാൻ അന്നും പറഞ്ഞായിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന്. ഇന്നും ഞാനത് പറയുന്നു. എന്നും നിങ്ങളിൽ ഒരുവളായിട്ട് ഞാൻ കാണുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഏതാവശ്യത്തിനും, നിങ്ങളുടെ എന്താവശ്യത്തിനും ഒരു വിളിക്കപ്പുറം ഞാൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സജീവമായി ഈ വാർഡിൽ പ്രവർത്തിക്കുകയും നിങ്ങളുടെ ഏതൊരാവശ്യത്തിനും കാണുകയും ചെയ്യും. അന്നും ഇന്നും എന്നും പറയുന്ന ഒരു വാക്കുകയേ ഉള്ളൂ. അതായത്, എനിക്ക് അധികാരമല്ല, ജനസേവനമാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ അന്ത്യശ്വാസം വരെയും ഉണ്ടാവുക തന്നെ ചെയ്യും. CH സെന്റർ ജില്ലാ കോർഡിനേറ്റർ AR ഹാഷിമും UDF ഹൈസ്കൂൾ വാർഡ് കമ്മിറ്റി മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പാക്കിയത്. പ്രദേശവാസികളുടെയും നെല്ലിപ്പള്ളി വാർഡ് കൗൺസിലർ സുനിൽ തോമസിന്റെയും സാന്നിധ്യത്തിൽ മുസ്ലിം ലീഗ് പുനലൂർ നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ സലീം പുനലൂർ സൗരോർജ്ജ വഴിവിളക്കിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നമ്മളിവിടെ ഒരു മത്സരത്തെ നേരിട്ടു. ആ സമയത്ത് നമ്മൾ വളരെ മികച്ചൊരു സ്ഥാനാർത്ഥി ഇവിടെ അവതരിപ്പിക്കുകയും നിങ്ങളുടെ ഒരു പ്രതിനിധിയായി നഗരസഭയിലേക്ക് അയക്കാൻ നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും ഇലക്ഷനാണ്, സ്വാഭാവികമായിട്ടും വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ഊർജ്ജം നൽകുകയുണ്ടായി. ഈ വാർഡിനെ സംബന്ധിച്ച് വ്യക്തിപരമായും വൈകാരിക ബന്ധമുള്ളവരാണ് ഞങ്ങളൊക്കെയും. അതുകൊണ്ട് തന്നെ ഈ വാർഡിലെ ഓരോ വിഷയങ്ങളും നമ്മുടെ സ്വന്തം വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ രാസപ്പ, ഷിബു മുസ്തഫ, നജീം പുനലൂർ, മുഹമ്മദ് ഹാഷിം, ഷഫീഖ, മുഹമ്മദ് റാഫി, B ഷിഹാസ്, AR സക്കീർ ഹുസൈൻ, മുഹമ്മദ് ഷെഫി, മുഹമ്മദ് ഷാൻ, സുൽത്താൻ, ഷൂജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. താഴ്ചയിലേക്ക് വീണ് കാൽനട യാത്രികന് ഗുരുതര പരിക്ക്. പുനലൂർ വെട്ടിപ്പുഴ തോടിന് സമീപമായിരുന്നു അപകടം. ചൊവ്വാഴ്ച രാവിലെയാണ് കാൽനട യാത്രക്കാരൻ പ്രധാന പാതയിൽ നിന്നും താഴ്ചയിലേക്ക് വീണത്. കോമളംകുന്ന് സ്വദേശി 63കാരനായ രാജനാണ് താഴ്ചയിലേക്ക് മറിഞ്ഞ് സാരമായി പരിക്കേറ്റത്. വീഴ്ചയിൽ രാജന്റെ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റു. സമീപത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചേർന്ന് രാജനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാർ വർക്ക് ഷോപ്പ് ജീവനക്കാരനായ രാജന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് താഴ്ചയിലേക്ക് വീണത്.
നടപ്പാതയ്ക്ക് കൈവരിയില്ലാത്തതിനാൽ ഇവിടെ അപകട സാധ്യതയും കൂടുതലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പശു സംരക്ഷണത്തിൽ ശ്രദ്ധ നേടി 5ാം ക്ലാസ് വിദ്യാർത്ഥി. കരുനാഗപ്പള്ളി കോഴിക്കോട് മുഴങ്ങോട്ടുവിള സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി റംസാനാണ് പഠനത്തോടൊപ്പം പശു വളർത്തലിൽ ശ്രദ്ധേയനാകുന്നത്. പശു കൃഷി ഉപജീവനമാക്കിയ പിതാവിനെ കണ്ടറിഞ്ഞാണ് റംസാനും പാത പിന്തുടരുന്നത്. കോഴിക്കോട് മുഴങ്ങോട്ടുവിള സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി റംസാനാണ് പഠനത്തോടൊപ്പം തന്നെ പശു വളർത്തലിലും ഒരു കൈ നോക്കുന്നത്. പിതാവിന്റെ പാത പിന്തുടർന്നാണ് 5ാം ക്ലാസ്സുകാരനും പശുകൃഷിയെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുള്ളത്. സ്കൂൾ കഴിഞ്ഞുള്ള സമയവും മറ്റ് ഒഴിവ് സമയങ്ങളും പശുവിന് തീറ്റ നൽകാനും പരിചരണം നൽകാനും ഈ കുട്ടി കർഷകൻ ഏറെ ശ്രദ്ധിക്കുന്നു. ക്ഷീരസംഘത്തിലേക്കും സമീപത്തെ വീടുകളിലേക്കും സൈക്കിൾ ചവിട്ടി പാലെത്തിക്കുന്നതും റംസാനാണ്. അത്യാവശ്യം പശുവിനെ കറക്കാനും റംസാൻ റെഡിയാണ്. ഞാൻ പഠിക്കുന്ന സ്കൂള് GSKVUPS. ഞാൻ അപ്പി എണ്ണീയുമ്പോൾ അതിൻ്റെ കൂടെ എണ്ണീച്ച് ഈ ജോലികളൊക്കെ ചെയ്യുന്ന ആ പശുവിനെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് കുട്ടികളെയൊക്കെ എപ്പോഴും നോക്കുന്ന ഇഷ്ടമാണ്. പശുവിന് കാടി കൊടുക്കുന്ന ഇഷ്ടമാണ്. പാല് കൊണ്ടുപോകുന്ന ഇഷ്ടമാണ്. പശുവിന്റെ വിവരങ്ങൾ ക്ലാസ്സിലെ കൂട്ടുകാരോടും പങ്കുവച്ചു. അവരാകട്ടെ വിശേഷങ്ങൾ അറിയാൻ വീട്ടിലും എത്തി. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് ഈ 5ാം ക്ലാസ് വിദ്യാർത്ഥി റംസാൻ. കോഴിക്കോട് കൊട്ടിശ്ശേരിൽ വടക്കതിൽ നിഷാദ് റംസീന ദമ്പതികളുടെ മകനാണ്. കുട്ടിക്കാലം മുതൽ തന്നെ പശുവിനെയും അച്ഛന്റെ തൊഴിലിനെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റംസാൻ. ഉടനെ ഞാൻ പശുവിൻ്റെ കൂടെ പോകും. എന്നിട്ട് ഞാൻ പഠിക്കാൻ പോകുള്ളൂ. എന്നിട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പശുവിനെ കാണാൻ വരും. അവർക്കൊക്കെ പേടിയാകുമ്പോൾ ഞാൻ പറഞ്ഞെടുക്കുന്ന ഇവരിക്കത്തൊന്നും ഇല്ലെന്ന്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ ആഴ്ച 2 ദിവസം പാലും മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്. അവരൊക്കെ എൻ്റെ വീട്ടിൽ വന്ന് പശുവിനെയൊക്കെ കാണാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. CPM പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ എതിർഭാഗത്ത് CPM ഏരിയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ഭാഗത്താണ് പുതിയ മന്ദിരം നിർമ്മിച്ചത്. 2700 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ കോൺഫറൻസ് ഹാൾ, സെക്രട്ടറിയുടെ ക്യാബിൻ ഉൾപ്പെടെ ബഹുനില മന്ദിരമായാണ് CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രിയും CPIM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ സ്മരണാർത്ഥം VS ഭവൻ എന്നാണ് ഏരിയ കമ്മിറ്റി ഓഫീസിന് പേര് നൽകിയിട്ടുള്ളത്. ജനുവരി 19 വൈകിട്ട് 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന VS ഭവന്റെ ഉദ്ഘാടനവും പൊതുസമ്മേളനവും കിഴക്കൻ മേഖലയിലെ CPMന്റെ കരുത്ത് പ്രകടമാക്കുന്ന വിധം വിജയകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPM പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കായംകുളം കൃഷ്ണപുരം അതിർത്തിക്കുളത്തിൽ ഒരാൾ മുങ്ങി മരിച്ചു. കുളിക്കാനായി ഇറങ്ങിയതാണെന്ന് കരുതുന്നു. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കായംകുളം കൃഷ്ണപുരം അതിർത്തിക്കുളത്തിലാണ് ഒരാൾ മുങ്ങി മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. കുളിക്കാനായി ഇറങ്ങിയ ഇയാൾ കുളത്തിൽ മുങ്ങി താഴുകയായിരുന്നു. കായംകുളത്തു നിന്നും അഗ്നിരക്ഷാസേനയും പോലീസും എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കായംകുളം ശങ്കർ സ്മാരക മ്യൂസിയത്തോട് ചേർന്നുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ പ്രാദേശിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന പ്രദേശമാണ്. കുറച്ചുനാളായി ഇവിടെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ പ്രവർത്തന ലാഭത്തിൽ KSRTC ഏറെ മുന്നിലാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ.
പത്തനാപുരം ഡിപ്പോയിൽ നിന്നുള്ള വർക്കല ശിവഗിരി ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ, കടക്കൽ തിരുവനന്തപുരം ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്പെഷ്യൽ സർവീസിലൂടെ KSRTC നേടിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ 2.25 കോടി രൂപയുടെ അധിക വരുമാനമാണ്. KSRTCയുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 8.5 കോടി രൂപയായി വർദ്ധിച്ചു. സംസ്ഥാനത്തെ KSRTC ഓഫീസുകളെല്ലാം ഈ ഓഫീസുകളായി മാറും. തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായി ആഴ്ചയിൽ ഒരു ദിവസം കൊട്ടാരക്കരയിൽ നിന്നും ഗുരുവായൂരിലേക്ക് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ബസ് സർവീസ് നടത്തും. എല്ലാ പ്രമുഖ ആരാധനാലയങ്ങളിലേക്കും ബജറ്റ് ടൂറിസം സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. പത്തനാപുരം കൊട്ടാരക്കര വഴി ആറ്റാൻകരയ്ക്ക് ബസ് സർവീസ് നടത്താൻ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി കരാറിലേർപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പത്തനാപുരത്ത് നിന്ന് കൊല്ലൂർ വഴി ശിവഗിരിക്ക് ഒരു ബസ് ഇന്ന് ആരംഭിക്കുക. മേലില വഴി അറയ്ക്കൽ തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് ആരംഭിച്ചപ്പോൾ അവിടെ വെച്ച് SNDP യോഗത്തിൻ്റെ 2 ശാഖകൾ അറയ്ക്കൽ വെച്ച് നൽകിയ നിവേദനത്തിലാണ് ഇത്തരത്തിലൊരു ബസ് 2 കാര്യങ്ങളാണ്. ഒന്ന്, വർക്കല ക്ഷേത്രവും വർക്കല ശിവഗിരി ആശ്രമവും കേന്ദ്രീകരിച്ചുള്ള ഒരു ബസ് ഓടിക്കാൻ തീരുമാനിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വിഷ്ണു ഭഗത്ത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പൊന്നമ്മ ജയൻ, MG യാസുദ്ദീൻ, പഞ്ചായത്ത് അംഗങ്ങളായ റഹ്മത്ത, ദിലീപ്, ഫാറൂഖ് മുഹമ്മദ്, പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷൗബീല ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. KIP പട്ടയ ഭൂമി പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് നടപടികൾ വേഗത്തിലാക്കും. KIP കനാൽ പുറമ്പോക്ക് നിവാസികളുടെ കൈവശ ഭൂമിയുടെ പട്ടയം പരിശോധന നിർവഹിക്കുമ്പോഴാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പത്തനാപുരം റെസ്റ്റ് ഹൌസിൽ മന്ത്രി KB ഗണേഷ് കുമാറിനൊപ്പം KIP ഉദ്യോഗസ്ഥരുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ ചർച്ച നടത്തി. തുടർന്നാണ് KIP കനാലിന് സമീപത്തുള്ള പട്ടയഭൂമി പ്രദേശങ്ങൾ സന്ദർശിച്ച് ആശയവിനിമയം നടത്തിയത്. ഇളപ്പുപാറ, കരിമ്പാലൂർ, വട്ടമൺപൊയ്ക, തച്ചക്കോട്, ചാച്ചിപ്പുന്ന, ചെമ്പ്രാമൺ, മഞ്ചാങ്കുന്ന്, കുറുന്തമൺ, കറവൂർ, വഴങ്ങോട് തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. ജലസേചന വകുപ്പ് കനാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച സാങ്കേതിക പ്രശ്നങ്ങളും പരിശോധിച്ചു. ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന നിലപാടാകും സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പരമാവധി ജനങ്ങൾക്ക് പട്ടയം നൽകുകയാണ് സർക്കാരിന്റെ നയം. ലക്ഷക്കണക്കിന് പട്ടയങ്ങൾ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PS സുബാൽ MLA, ജില്ലാ കളക്ടർ N ദേവിദാസ്, പുനലൂർ RDO G സുരേഷ് ബാബു, LR ഡെപ്യൂട്ടി കളക്ടർ ബീന റാണി, VAFPCL ചെയർമാൻ ബെന്നി കക്കാട്, KIP പ്രോജക്ട് ചീഫ് എഞ്ചിനീയർ സുജാഗ്രേസൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സരിത ജോൺ ബോസ്കോ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള യുക്തിവാദി സംഘം 34ാം സംസ്ഥാന സമ്മേളനം ജനുവരി 9, 10, 11 തീയതികളിൽ കൊല്ലത്ത് നടക്കും. വിദ്യാഭ്യാസം മതമുക്തമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സാഹിത്യകാരി തസ്ലീമ നസ്രീൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസം മതമുക്തമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേരള യുക്തിവാദി സംഘത്തിന്റെ 34ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 9 മുതൽ 11 വരെ കൊല്ലത്ത് നടക്കുന്നത്. 31 വർഷം മുമ്പ് 1994 യുക്തിവാദി സംഘത്തിന്റെ 17ാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടത്തിയത്. അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ ആശയസമരം നടത്തി ജനമനസ്സുകളിൽ ശാസ്ത്രബോധവും യുക്തിചിന്തയും വളർത്തിയെടുക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്ന സാംസ്കാരിക പ്രസ്ഥാനമാണ് യുക്തിവാദി സംഘം. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ജനുവരി 9 വൈകിട്ട് 4:30 ചരിത്ര പ്രദർശനം മജീഷ്യൻ RC ബോസ് ഉദ്ഘാടനം ചെയ്യും. 10 രാവിലെ 10 മാത്യൂസ് വയനാട് സംഘവും ആലപിക്കുന്ന സ്വാഗതഗാനത്തോടെ സമ്മേളനം ആരംഭിക്കും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ നിർവഹിക്കും. വളരെ കാലത്തിന് ശേഷം കേരള യുക്തിവാദി സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ്. വരുന്ന 9, 10, 11 തീയതികൾ കൊല്ലത്തിൻ്റെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലം യുക്തിവാദ ആശയങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരെ അമ്പലപ്പറമ്പുകളിൽ ചെന്ന് നിരീശ്വരവാദം പ്രസംഗിച്ച ആദ്യം V സാംബശിവൻ എന്നാണ് നടത്തിയത്. അതുപോലെ തന്നെ യുക്തിവാദ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി ജീവിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന CB കുഞ്ഞിരാമൻ്റെയും C കേശവൻ്റെയും നാടാണ് ഇത്. അകത്തും പുറത്തും ഒരുപോലെ തന്നെ മത, ജാതി, അന്ധവിശ്വാസ ശ്രദ്ധകളെല്ലാം മാറ്റി നിർത്തി ജീവിതം തന്നെ ഉദാഹരണമാക്കി നമുക്ക് കാണിച്ചു തന്ന തിരുനെല്ലൂർ കരുണാകരൻ്റെയും പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ്റെയും നാടാണ് ഇത്. ഇവിടെ വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത്. 3 ദിവസം നടക്കുന്ന ഈ സമ്മേളനം ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. വിദ്യാഭ്യാസം മതമുക്തമാക്കുക എന്നതാണ് ആ ആശയം. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും സിലബസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും
മത ആധിപത്യം ഉണ്ടായ ഒരു കാലത്താണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ യൂണിഫോം പോലും നിശ്ചയിക്കുന്നത് സ്കൂൾ മാനേജ്മെൻറ്റായിരിക്കണം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ മത താല്പര്യമനുസരിച്ചായിരിക്കണം എന്ന ചിന്താഗതിക്ക് പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് നൽകി വരുന്ന യുക്തിരേഖ മാധ്യമ പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക VP സുഹറ തസ്ലീമ നസ്രീനെ സമ്മാനിക്കും. 1 ലക്ഷം രൂപയും മൊമെന്റോയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രശസ്തിപത്രം കേരള ബാർ കൗൺസിൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് KN അനിൽകുമാറും ക്യാഷ് അവാർഡ് കേരള യുക്തിവാദി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ശക്തിധരനും സമ്മാനിക്കും. തസ്ലീമ നസ്രീന്റെ മതേതര നിലപാടുകളും എഴുത്തിനോടുള്ള പ്രതിബദ്ധതയും ഒരു സ്ത്രീ എന്ന നിലയിൽ മതമേധാവിത്വത്തോട് പോരടിച്ചു നിൽക്കാനുള്ള തന്റെ ഇടവുമാണ് അവാർഡിന് അർഹയാക്കിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ ബന്ധപ്പെട്ടവർ പറഞ്ഞു. കുരീപ്പുഴ ശ്രീകുമാർ, യുക്തിവാദി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനം, സെക്രട്ടറി സന്തോഷ് മാനവും, സംഘാടക സമിതി ജനറൽ കൺവീനർ സുധീ ശങ്കരൻ, കൺവീനർ G സന്തോഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധം. കേന്ദ്ര സർക്കാരിനെതിരെ KSKTU, BKMU സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ പ്രവർത്തന ലാഭത്തിൽ KSRTC ഏറെ മുന്നിലാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTCയുടെ എല്ലാ ഓഫീസുകളും ഓഫീസുകളാക്കുമെന്നും മന്ത്രി. പത്തനാപുരം ഡിപ്പോയിൽ നിന്നും പുതിയ സർവീസുകൾ ആരംഭിച്ചു. KIP പട്ടയഭൂമി പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് നടപടികൾ വേഗത്തിലാക്കും. KIP കനാൽ പുറമ്പോക്ക് നിവാസികളുടെ കൈവശ ഭൂമിയുടെ പട്ടയ പരിശോധനയും മന്ത്രി നടത്തി. മുഹമ്മദ് റാഫി ഫൗണ്ടേഷന്റെ വാർഷികാഘോഷങ്ങൾ കൊല്ലത്ത് സംഘടിപ്പിച്ചു. റാഫി സ്റ്റാർ 2026 വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.